ദൈവ തിരുനാമത്തിന് മഹത്വം. ഗിലെയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോയുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവം നമ്മെ ഏവരെയും തുടർന്നുള്ള നിമിഷങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഒരു ആത്മീയമായൊരു ചിന്ത ഞാൻ പറയുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുകയാണ്. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് പകലത്തെ വചനചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിപ്പാനായി താല്പര്യപ്പെടുന്നു. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയിൽ അവൻ ഒന്നും ഉത്തരം പറഞ്ഞില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശീകരണ വേളയിൽ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തനിക്കെതിരെ കുറ്റം ചുമത്തുകയാൽ അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെതിരെ അവൻ അനേകങ്ങളായ കുറ്റങ്ങളെ അവൻ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അതുപോലെ തന്നെ അന്ന് ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിനെതിരെ നിന്നിരുന്നതായ ആൾക്കാരൊക്കെ അവൻ കുറ്റം ചുമത്തുമ്പോൾ ദൈവത്തിന് അവിടെ ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ദൈവം മൗനമായിട്ട് ഇരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില സന്ദർഭങ്ങളിൽ നിങ്ങളെ നശിപ്പിച്ച് കളയുവാനായിട്ട് പിശാച് അനേകങ്ങളായ തന്ത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ മൗനത, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങളുടെ പ്രതികരണമെന്ന് പറയുന്നത് അത് എപ്പോഴും, ഹല്ലേലൂയ, സ്തോത്രം, ആ സന്ദർഭത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശീകരിക്കുവാനായിട്ട് തനിക്കെതിരെ കുറ്റങ്ങൾ അനവധിയായിട്ട് കൊണ്ടുവന്നപ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രതികരണം അവിടെ മൗനതയായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ അതേ പ്രതികരണം തന്നെ നമ്മളിലും ഉണ്ടാകുമാറാകട്ടെ എന്ന് ഇന്ന് പകലിൽ, ഹല്ലേലൂയ, സ്തോത്രം, എന്നെ ഈ വീഡിയോയിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാമും പലവിധമായ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം മൗനമായി ഇരുന്നാൽ, നാം സൈലൻ്റായി ഇരുന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നമുക്ക് വേണ്ടി പ്രതികരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. ചിലപ്പോൾ കാലതാമസമെന്ന് നമുക്ക് തോന്നിയേക്കാം. ചിലപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവമേ അങ്ങ് എന്താ പ്രതികരിക്കാത്തതെന്ന് നമുക്ക് തോന്നിയേക്കാം. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ദൈവത്തിന് പ്രതികാരം വൈകുന്നില്ല. ദൈവം തക്ക സമയത്ത്, അതതിൻ്റെ സമയത്ത് ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, പ്രതികരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നാം മൗനമായി ഇരുന്നാൽ, നാം ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, സ്തോത്രം, സൈലൻ്റായി ഇരുന്നാൽ ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിനെ അനവധിയായ കുറ്റം ചുമത്തി അവിടെ, ഹല്ലേലൂയ, സ്തോത്രം, ജനത്തിൻ്റെ നടുവിൽ നിന്ദിത പാത്രനാക്കി തീർക്കുവാനായിട്ട് പിശാച് അടുത്തു വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, സഹസാധിപന്മാരും ഹല്ലേലൂയ മഹാപുരോഹിതന്മാരും എല്ലാവരും കൂടെ തനിക്കെതിരെ കുറ്റം ചുമത്തുകയിൽ അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം താഴോട്ടുള്ള വാക്യം ഇങ്ങനെയാ വായിക്കുന്നേ. പീലാത്തോസ് അവരോട്, ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. അവൻ ഒരു വാക്കിനും ഉത്തരം പറയായിക നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ പ്രതികരണം അവിടെ ഒരു വാക്കിന് പോലും ദൈവം ഉത്തരം പറഞ്ഞില്ല എന്നുള്ളതാണ്. രോമം കത്രിക്കുന്നവരുടെ ഇടയിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ ഹല്ലേലൂയ, സ്തോത്രം, താഴ്മ ധരിച്ചവനായിട്ടാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ, ഹല്ലേലൂയ, സ്തോത്രം, തന്നെ കുറ്റം ചുമത്തുന്ന വേളയിൽ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ആയിരുന്നതെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൻ്റെ അതേ സ്വഭാവം നമ്മളിലും ഉണ്ടാകുവാൻ ഇന്ന് പകൽ, ഹല്ലേലൂയ, സ്തോത്രം, ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളോട് ദൈവത്തിൻ്റെ ശബ്ദമുണ്ടാകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ചില വേളയിൽ നാം മൗനമായി ഇരുന്നാൽ ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, സ്തോത്രം, മറ്റുള്ളവരുടെ വാക്കിൻ്റെ മുൻപാകെ നാം പ്രതികരിക്കാതെ നാം സൈലൻ്റായിട്ട് നമ്മുടെ പ്രതികരണം അവിടെ രേഖപ്പെടുത്തിയാൽ ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നമുക്ക് വേണ്ടി പ്രതികരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം, പ്രതികാരത്തിൻ്റെ ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് വേണ്ടി പ്രകാശിക്കുവാൻ അവൻ ഹല്ലേലൂയ സർവശക്തനാണ്. ഹല്ലേലൂയ. ഇന്നും പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ മൗനത, നിങ്ങളുടെ സൈലൻസ്, ഹല്ലേലൂയ, സ്തോത്രം, അതാകട്ടെ ക്രിസ്തുവിലുള്ള അതേ സ്വഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ഒരു വാക്കിന് പോലും ഉത്തരം പറയായികയാൽ നാടുവാഴി ആശ്ചര്യപ്പെട്ടെങ്കിൽ
ഹല്ലേലൂയ സ്തോത്രം. നമ്മെ കാണുന്ന ആമേൻ ഹല്ലേലൂയ സ്തോത്രം ജനം ആമേൻ നമ്മെ കണ്ടിട്ട് ആശ്ചര്യം കൂറുമാറ് നമ്മുടെ പ്രതികരണം ദൈവസന്നിധിയിൽ ആമേൻ മൗനതയുള്ളതായി തീരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.